സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. നമസ്തേ രാധേശ്യ. ശ്രീമൽ ഭാഗവത സപ്താഹയജ്ഞത്തിലെ അതിപ്രാധാന്യമാകിയ ശ്രീകൃഷ്ണ ലീലകളിൽ ഒന്നായ രുക്മിണി സ്വയംവര കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ഭക്തജനങ്ങളും കേട്ട് ശ്രവിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭക്തി എന്നാണ് പറയുന്നത്. ശ്രീമൽ ഭാഗവതം എന്ന് പറയുമ്പോൾ ഭക്തി കേൾക്കുന്നു. ഇപ്പോൾ 7 ദിവസം നമ്മൾ ഭാഗവതം കേൾക്കുന്നു. 7ാമത്തെ ദിവസം നമ്മൾ ഭാഗവത സംഗ്രഹം കഴിയുമ്പോൾ വീട്ടിൽ ചെന്ന് ചിന്തിക്കുന്നു, ഈ 7 ദിവസവും ഞാൻ കേട്ട കഥകൾ ഇനി അടുത്ത കൊല്ലവേ കേൾക്കാൻ പറ്റൂ. ഇപ്പോൾ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളും മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നാമം ജപിക്കാൻ നാരായണ മന്ത്രമാണ് വേണ്ടത്. അപ്പോൾ നാമം ജപിക്കാൻ നാരായണ മന്ത്രം വേണമെന്ന് പറയുമ്പോൾ നാവിൽ നാരായണ മന്ത്രമാണ് വേണ്ടത്. അപ്പോൾ ഇനി കഥയിലേക്ക് കിടക്കാം. അപ്പോൾ ഈശ്വരാധീനം എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം. അങ്ങനെ പണ്ട് അമ്പാടിയിൽ ഭഗവാൻ വസിച്ചു. അമ്പാടിയിൽ നിന്ന് മധുരയിലേക്ക് പോയി. അപ്പോൾ മധുരയിൽ ചെന്ന് കംസനെയൊക്കെ വധിച്ചു. സാന്ദീവനിക്ക് പുത്രനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞ് ദ്വാരകാ നിർമ്മാണം കഴിഞ്ഞ് ഭഗവാൻ ഇങ്ങനെ ദ്വാരകയിലിരിക്കുന്ന സമയത്ത് ഭഗവാന് കല്യാണപ്രായമായെന്നൊരു തോന്നൽ. വഴി പോലെ പരീക്ഷത്തിന് 5ാം ദിവസത്തെ കഥ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പരീക്ഷത്ത് ചോദിച്ചു, ഭഗവാന് കല്യാണം ഇല്ലെന്ന് ചോദിച്ചു. ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷ്മ മഹാരാജാവിൻ്റെ വൈദർഭി രാജ്യത്തെ ഭീഷ്മ മഹാരാജാവിൻ്റെ പുത്രിയായ രുക്മിണിക്കൊരാഗ്രഹം, അമ്പാടിയിലെ കണ്ണനെ കല്യാണം കഴിക്കണമെന്ന്. എന്ന് വെച്ചാൽ കണ്ണനും രുക്മിണിയും കണ്ടിട്ടില്ല കേട്ടോ. ചെറുപ്പം നാളോട്ട് കേട്ടുള്ള കഥകൾ മാത്രമാണ് രുക്മിണിക്ക്. പണ്ട് നാരദ മഹർഷി ഇവരുടെ കൊട്ടാരത്തിൽ ചെല്ലുമായിരുന്നു ഭീഷ്മ മഹാരാജ്. അവിടെ വെച്ച് നാരദരിങ്ങനെ കൃഷ്ണനെ പറ്റി പറഞ്ഞ് രുക്മിണി ഇത് കേട്ടു. രുക്മിണിക്ക് ആഗ്രഹമായി അമ്പാടിയിലെ കണ്ണനെ കാണണമെന്ന്. അപ്പോൾ ആഗ്രഹമായപ്പോൾ രുക്മിണിക്ക് കാണണമെങ്കിൽ അമ്പാടിയിലെ കണ്ണനെ കാണണമെന്ന്. അങ്ങനെ ഭീഷ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് വിവാഹപ്രായമായ അച്ഛാ, എനിക്ക് എങ്ങനെയെങ്കിലും അമ്പാടിയിലെ കണ്ണനെ കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ ഭീഷ്മൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ രണ്ടാമതോ മനസ്സോടുകൂടി സമ്മതിച്ച പോലെ മട്ടി നിന്നു. അന്നേരം മൂത്ത മകനായ രുബ്ബിക്ക് ഇത് ഇഷ്ടമല്ല, ഭഗവാനെ വിവാഹം കഴിപ്പിക്കുന്ന. രുബ്ബി എന്ത് ചെയ്യും, ജരാസന്ധ മഹാരാജാവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാകിയ ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ഒരാഗ്രഹം. അന്നേരം വിവാഹമൊക്കെ ഉറപ്പിച്ചു. കല്യാണ തലേന്ന് രുക്മിണിയുടെ ഭൂമിയിൽ ഒരു തോഴി വന്നു പറഞ്ഞു, ദേവി നാളെ കല്യാണമല്ലേ? അതെ. ആരുമായിട്ടാണ് കല്യാണം? അമ്പാടിയിലെ കണ്ണനുമായിട്ട്. അല്ല ദേവി, ശിശുപാലനുമായിട്ടാണ്. എന്ത് ചെയ്തു രുക്മിണി? ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കല്യാണ തലേന്ന് ഒന്ന് ഒളിച്ചോടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടോടാം. ദേവി എവിടെ സ്തംഭിച്ചു പോയപ്പോഴോ എന്ത് ചെയ്തു? അന്നേരം ദേവി സ്തംഭിച്ചു പോയപ്പോൾ എന്ത് പറ്റി? ഒരു ബ്രാഹ്മണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ ദ്വാരകയിൽ പോയിട്ട് വരാം എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. അങ്ങനെ ബ്രാഹ്മണൻ കത്തുമായിട്ട് ദ്വാരകയിൽ ചെന്ന് കണ്ണനോട് കാര്യം വന്നു. കണ്ണനും വന്നു വേഗേന. അവധി രാവിലെ അവരെവിടെ എത്തി. കുലദേവതാ ക്ഷേത്രമായ രുക്മിണിയുടെ കുടുംബക്ഷേത്രത്തിൽ ഒഴിക്കാൻ കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് രാക്ഷസ വിവാഹം കഴിച്ച് തട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ഇത് കേട്ട് ശിശുപാലനും പടകളും എല്ലാവരും പോയി. വൻ യുദ്ധം നടന്നപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? തേരുവെടുത്തുകൊണ്ട് ബലഭദ്രസ്വാമിയും യുദ്ധത്തിൽ ചെന്ന് പങ്കെടുത്തു. അങ്ങനെ നേരെ കല്യാണം കഴിച്ചു. നമസ്തേ രാധേശ്യ.